ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നും സമയമൊന്നുമില്ല വീഡിയോ ഇടാൻ. എന്നാലും 2 ദിവസമായിട്ട് ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു ചെയ്ത. അപ്പം എന്നാൽ അതിനെ പറ്റി 1-2 വാക്ക് സംസാരിക്കാം എന്ന് തോന്നിയിട്ടാ. അതുകൊണ്ട് വന്നാണ്. പെരുന്നാളൊക്കെ അല്ല, അതുകൊണ്ടൊക്കെ ഭയങ്കര ബിസിയാണ്. സമയമില്ല, വീട്ടിലിരിക്കാനും സമയമില്ല. പിന്നെ അച്ചാറൊക്കെ ഓർഡർ ഉണ്ട്, അതൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് ചില്ലറ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ സമയമില്ല. പിന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വേറെ എവിടേക്കെങ്കിലും അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് വേണ്ട ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനും കൂടി സമയം വേണം. വീഡിയോ എടുക്കാൻ മാത്രം സമയം പോരാ. അപ്പോൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു സമയം കൂടി ഉണ്ടെങ്കിലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അന്നങ്കാട്ടിയും 4 ഓണം ഞാൻ കൂടുതലുണ്ടതാണെന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷെ ഇപ്പം ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ അതൊക്കെ തെറ്റാണ്. നമ്മൾ 4 ഓണമല്ല, ഇനി 10 ഓണം 14 ഓണം കൂടുതലുണ്ടിട്ടും കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളണം, അറിഞ്ഞോളണം എന്നില്ല. ഇപ്പം ഇന്ന് ആ വീഡിയോ കണ്ടപ്പോഴാട്ടോ മനസ്സിലായത്. അപ്പം തബ്നയിൽ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. മുസ്ലിമുകൾ കാണണ്ട ആ വീഡിയോ. ഇത് മുസ്ലിം അല്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് പറയണത് എന്ന് പറഞ്ഞിട്ടാട്ടോ തുടക്കം. പിന്നെ ഇപ്പം ഇതെന്താന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ സംഭവം എന്താ, ഹജ്ജിനെ പറ്റിയാണ് സംസാരം. അപ്പോൾ ഞാൻ വിചാരിച്ച് അയാൾ വീഡിയോസ് മിക്കതും ഇങ്ങനെ വരാറുണ്ട്, എൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ അയാൾ കൂടുതൽ രാഷ്ട്രീയം പറയും. പിന്നെ ആളുടെ ഒരു പാർട്ടി ഉണ്ട്, ആളുടെ പാർട്ടീനെ പൊക്കിപ്പറയലൊക്കെയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഫുള്ളൊന്നും അങ്ങനെ കാണാറില്ല. അങ്ങനെ പെട്ടെന്നൊന്നും പോയി നോക്കാറുമില്ല, ഓപ്പൺ ചെയ്ത് നോക്കാറുമില്ല. അപ്പം ഇന്നിപ്പോൾ എന്താണെന്ന് വിചാരിച്ച്, മുസ്ലിമുകൾ കാണണ്ട, അല്ലാത്തവർ കണ്ടാൽ മതി എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയത്. ഇപ്പം സംഭവം എന്താ, ഹജ്ജിനെ പറ്റിയാണ് പറയണത്. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, അറിവ് എന്ന് പറയണത് അങ്ങനെ ഒരു 10 ഓണം 20 ഓണം കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരു മതത്തിനെ പറ്റിയിട്ടുള്ള അറിവ്. ഇപ്പം ഞാൻ മുസ്ലിമാണ്, അപ്പം എനിക്ക് എല്ലാ അറിവും, എൻ്റെ മതത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവൊന്നും ചിലപ്പോൾ എനിക്കുണ്ടാവില്ല. അപ്പം അത് എനിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, എനിക്കുണ്ടായില്ല എന്നുള്ളത് ഇപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ്, ആ ആളുടെ വീഡിയോ മുസ്ലിം അല്ലാത്ത ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു മുസ്ലിമായിട്ട് കൂടി എനിക്ക് ആ കാര്യങ്ങൾ ഫുള്ളായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതിട്ടാ. അപ്പോൾ ആള് ഹജ്ജിനെ പറ്റിയിട്ട്, അവിടെ ഹജ്ജ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, പിന്നെ അവിടെയൊക്കെ എവിടെയാണ് ആദ്യം പോകേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത്, രണ്ടാമത് എവിടെ പോകണം, നിർബന്ധമായ കാര്യങ്ങൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് തന്നെ ആൾ പറയുന്നുണ്ട്. അപ്പം അതിങ്ങനെ കേട്ടിരുന്നു പോയി. കാരണം ഞാനൊരു മുസ്ലിമായിട്ട് കൂടി അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഞാൻ അവിടെ ഹജ്ജിന് പോകുന്നുണ്ട്, മക്ക പോകുന്നുണ്ട്, മദീന പോവും അന്നറിയാമെന്നല്ലാതെ അതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. വലിയ വലിപ്പമൊന്നും പറയണ്ട, എനിക്കറിയില്ലായിരുന്നു. അപ്പം മുസ്ലിം അല്ലാത്ത ഒരാൾ ആ കാര്യങ്ങളൊക്കെ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോയതിട്ടോ. ഇത്ര വിശദമായിട്ട് അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആൾ മുന്നേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഞാൻ മുസ്ലിം അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കേട്ടപ്പോൾ എനിക്കൊരു പോരായ്മയും തോന്നിയില്ല, എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഒരു മുസ്ലിമായി എനിക്ക് പോലും അറിയില്ലായിരുന്ന കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളാണ് ആ ആൾ, മുസ്ലിം അല്ലാത്ത ഒരാൾ
പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചിട്ടാണത്, അത്രയും പഠിച്ചിട്ട് ആ വിഷയത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഹജ്ജ് കർമ്മത്തെ കുറിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ എന്തൊക്കെ ചെയ്യും, അങ്ങനെ ചെയ്യാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, എപ്പോഴാണ് അവിടെ ചെല്ലേണ്ടത്, എപ്പോഴാണ് അവിടെ നിന്ന് മടങ്ങേണ്ടത്, അവിടെ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിച്ചിട്ടാണ് അയാൾക്ക് അത്ര ഇതായിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയത്. അപ്പോൾ ഒക്കെ വല്ലാത്തൊരു അത്ഭുതം തോന്നി. അതാണ് ഇപ്പം ഇന്ന് വീഡിയോ ഇടാണ്ടായ കാരണം. വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചാണ്. ഇന്ന് കുറച്ചിന്നും നാളെയും മറ്റന്നൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്. മറ്റന്ന പെരുന്നാളും ആയില്ല. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇടാക്കാൻ എന്തായാലും നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. ഇപ്പം ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ എത്ര നേരം ഇല്ലാഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഫുള്ള് കണ്ട് എന്നുള്ളതാണ്. എന്താ വെച്ചെങ്കിൽ നമുക്ക് അറിവ് പകരുന്ന ഒരു കാര്യമാണ് അത്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും അത്ര മൈൻഡ് ചെയ്യാറില്ല. അയാളുടെ വീഡിയോ അങ്ങനെ നോക്കാറൊന്നുമില്ല. ഇപ്പം ഇന്നിപ്പോൾ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ഒന്ന് പോയി കയറി നോക്കിയതാണ്. അല്ലെ അത് നോക്കിയില്ല തന്നെ മിസ്സായി പോയേനെ. അപ്പോൾ മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. അതും അറിവിനെപ്പോലെ അറിവില്ലാത്തവരെ കേൾക്കുമ്പോൾ നമുക്കൊരു അറിവും കൂടി കിട്ടുമല്ലേ. ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ പറയുന്നത് ഹജ്ജിന് പോയിട്ടുണ്ട്, ഒരു അറഫാദിനുണ്ട്, ഹജ്ജ് പെരുന്നാളിൻ്റെ ഹജ്ജുണ്ട്, അത് കഴിഞ്ഞ ഒരു മടങ്ങി വരുന്നുണ്ട്, അത്ര തന്നെ ഇപ്പം നമുക്കറിയുള്ളൂ. അതിനൊക്കെ കൂടുതലൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ, ഉള്ള കാര്യം പറയാനോ. അപ്പം പിന്നെ ഓരോ രാജ്യത്തിന് കൊടുക്കപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചെന്താ കാശിന് ഹജ്ജിന് പോവാൻ പൈസ ഉണ്ടായിട്ടും പോകാൻ പറ്റാതെ ടിക്കറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിനുള്ള അങ്ങോട്ടുള്ളപ്പോൾ ഒരു പാസ് ഉണ്ടല്ലോ അത് കിട്ടിയില്ല എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് എടുത്തിട്ട് പോകണേന് ഇപ്പം എന്താ കുഴപ്പമൊന്നും, അപ്പോൾ ഇക്കൂടെ അപ്പോൾ അതിനെന്തിനാ തടസ്സങ്ങൾ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നിട്ട് എനിക്ക് ബുദ്ധിയില്ല എന്തൊക്കെയാണല്ലേ ഞാൻ. അപ്പോൾ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഓരോ രാജ്യത്തിനും ഇത്ര പേർക്കുള്ള ഒരു കോട്ട അനുവദിക്കുന്നുണ്ട് സൗദി അറേബ്യ. ആ കോട്ടയിലുള്ള അത്ര ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മളത് പൈസ ഉണ്ടെച്ചിട്ട് നമുക്ക് ഹജ്ജിന് ഓടിപ്പോകാൻ പറ്റില്ല എന്നുള്ളത് ഇന്നട്ടപ്പം മനസ്സിലായത്. ആളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായതിട്ടാണ്. അപ്പം എത്ര പിന്നെ തിരിച്ചറിവ് എന്നൊക്കെ പറഞ്ഞാൽ അതും പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും ഓണം ഉണ്ണണിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പം എന്നാലും ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.